നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറയ്ക്കടുത്ത് പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ശ്രേഷ്ഠ അധ്യായത്തിൽ ഞാൻ എൻ്റെ കുറച്ച് സ്റ്റുഡൻസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കുറച്ച് കുട്ടികൾ ഇനിയും വരാനുണ്ട്. ഞാൻ പല ശ്രേഷ്ഠ അധ്യായങ്ങളുടെ ഷൂട്ടിൻ്റെ സമയത്തും എൻ്റെ സ്റ്റുഡൻസിനെയും ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങളും ആ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഓരോ കോമ്പോസിഷൻസും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം അല്ലേ? ശ്രീ രാജേന്ദ്രൻ, അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്, ദേവസ്വത്തിൻ്റെയും പ്രസിഡൻ്റാണ്. ഈ ക്ഷേത്രത്തിന് എത്ര വർഷം? 400 വർഷത്തെ പഴക്കമുണ്ട്. 400 വർഷം. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ ഇതുപോലെയാണോ, പിന്നെ റിനോവേറ്റ് ചെയ്താണോ? ഇത് 200 വർഷമായുള്ളൂ അമ്പലം ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ചെമ്പോല മേഞ്ഞത് വെറും 6 മാസം കഴിഞ്ഞു. ഇത്രയും ഭംഗിയാക്കിയത് 6 മാസം ഞങ്ങൾ തന്നെ ചെയ്തേക്കുന്നതാണ്. അതെ, ആദ്യം ഓല മേഞ്ഞ അമ്പലമായിരുന്നു. ഒരു 115 വർഷം മുമ്പ് ഓട് മേഞ്ഞ അമ്പലമായിരുന്നു. 2025 ഓഗസ്റ്റ് 15-ാം തീയതി ഇതിൻ്റെ ചെമ്പോല മേഞ്ഞ് ഞങ്ങൾ ഭഗവതിക്ക് സമർപ്പിച്ചു. ഞങ്ങൾ എന്ത് വിചാരിച്ചാലും നേടിത്തരുന്നതാണ് ഭഗവതി. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. വളരെ ശക്തിയുള്ള, അതെ, എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് നേടിത്തരും. അതൊരു പ്രത്യേക ഞങ്ങളുടെ വിശ്വാസം. ഇത് 4 കരയോഗം ചേർന്ന 2 കരയോഗം ചേർന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണല്ലേ? ഭദ്രകാളിയാണ്. കാലത്ത് സരസ്വതി, ഉച്ചയ്ക്ക് ഭദ്രകാളി, വൈകുന്നേരം പാർവതി, അങ്ങനെയാണ് സങ്കല്പം. അപ്പോൾ കാലത്ത് സരസ്വതി, ഉച്ചയ്ക്ക് ഭദ്രകാളി, വൈകുന്നേരം പാർവതി, അങ്ങനെയാണ് ഇവിടുത്തെ സങ്കല്പം. പക്ഷെ കൂടുതലും ഭദ്രകാളി ക്ഷേത്രം എന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ ശിഷ്ടമാണ് പുതിയാവില. കൊടുങ്ങല്ലൂർ അമ്മയുടെ അംശമാണ് പുതിയകാവ് ഭഗവതി എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ ഏതൊക്കെയാണ്? ഖണ്ഡകർണൻ, രക്ഷസ്, അയ്യപ്പസ്വാമി, നാഗരാജാവ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? കുംഭമാസത്തിൽ അവിട്ട നക്ഷത്രത്തിൽ കൊടിയേറി ഊരുരുട്ടാതി ഉത്രട്ടാതി ആളുകളിലാണ് ഗംഭീര താലപ്പൊലിയായിട്ട് കൊണ്ടാടുന്നത്. അത് പടഹാദി ഉത്സവം എന്നാണ് അതിന് പറയുന്നത്. പടഹാദി ഉത്സവം എന്നാണ് പറയുന്നത്. വെടിക്കെട്ടിന് പ്രാധാന്യമുള്ളത് പടഹാദി എന്ന് പറയുന്നത്. അതേസമയം ഒക്ടോബറിൽ നടത്തുന്ന അതല്ല, മേളത്തിന് പ്രാധാന്യമുള്ളതാണ്.
അത് വിജയദശമിയോടനുബന്ധിച്ച് 6 ദിവസമാണ്. 6 ദിവസം. 6 ദിവസം. വിജയദശമി നവരാത്രിയുടെ 6 ദിവസവും കുംഭമാസത്തിൽ 7 ദിവസവും, അങ്ങനെ 13 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. ഭഗവതിയുടെ തിരുനാൾ എല്ലാ വർഷവും മീനമാസത്തിൽ പൂയം നാളിലാണ്. അത് ഗംഭീരമായിട്ട് ഏകദേശം ഒരു 5000 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അന്നദാനമുണ്ട്. ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം എന്നാണ് അതിനെ തിരുനാളെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രതിഷ്ഠാ ദിനമാണ്. 400 വർഷം മുമ്പുള്ളതാണ്. അപ്പൊ ഡേറ്റ് ഒന്നും ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. അത് പഴയ ക്ഷേത്രങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, കൃത്യമായിട്ട് ആര് പ്രതിഷ്ഠിച്ചു അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇവിടെ ഒരു ശക്തി കുടികൊള്ളുന്നു എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുണ്ട്. നമസ്കാരം. ഇദ്ദേഹം ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. പേര് വളരെ ശക്തിയുള്ള ദേവിയാണെന്ന് കേട്ടു. മാത്രമല്ല ഇദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൂജകളും അല്ലേ, അത്രയും ഭക്തിയോടുകൂടിയാണ് എല്ലാം ഇവിടെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഐശ്വര്യം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് ഞാൻ കേട്ടത്. നമ്മൾ ഒരുപാട് 108 ദുർഗാ ദേവി ക്ഷേത്രങ്ങൾ കേട്ടിട്ടുണ്ട്, അതുപോലെ ശിവൻ്റെ ക്ഷേത്രങ്ങൾ പരശുരാമൻ സ്ഥാപിതമായതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആര് സ്ഥാപിച്ചതാണെന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു അറിവില്ല. പക്ഷെ എന്നാലും 400 വർഷം പഴക്കമുണ്ട് എന്ന് കേട്ടു. അപ്പം തീർച്ചയായിട്ടും ഇതൊരു പുരാതന ക്ഷേത്രമായിട്ട് കണക്കാക്കാം അല്ലേ? അപ്പം വിഗ്രഹമൊക്കെ പണ്ടത്തെ ആ രൂപത്തിൽ തന്നെയാണോ അന്ന് കിട്ടിയത്? അങ്ങനെ തന്നെയാണ്. കല്ലിൻ്റെ ആണോ? പഞ്ചലോഹം ഒന്നും അല്ല, കല്ലിൻ്റെ വിഗ്രഹം. ആ പഴയ കല്ല് തന്നെയാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വരാൻ സാധിച്ചത്. അനുഭവങ്ങൾ ഏറെയാണ്. അതെ അല്ലേ? ചെറുപ്പം പോലെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കൈവിടില്ല, അത് സംശയമൊന്നുമില്ല. ഏതായാലും ഈ എപ്പിസോഡ് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തണം. വളരെ ശക്തിരൂപിണിയായിട്ടുള്ള കടിഞ്ഞാട്ട് ദർശനമുള്ള ഭഗവതിയാണ്, ഭദ്രകാളിയാണ്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കാണുന്നവർ ഇവിടെ വന്ന് ദർശനം നടത്തണം. പരേശി ശുഭദേശി പരാത്പരേശി വന്ദേ മഹേശ ദയിതേ കരുണാർണവേശി സ്തുത്യേ സ്വധേ സകലതാപഹരേ സുരേശി കൃഷ്ണസ്തുതേ കുരു കൃപാം ലളിതേ കിലേശി. സിറ്റിയുടെ നടുക്ക് തന്നെ ഇത്രയും കാം ആൻഡ് ക്വയറ്റായിട്ട് മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ആ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു വലിയ അമ്പലക്കുളം ഉണ്ടല്ലോ. 8 ഏക്കർ 60 സെന്റ് സ്ഥലമുണ്ട് ഇവിടെ. ഈ സ്ഥലം മുഴുവനും അതിൽ 1 ഏക്കർ അമ്പലക്കുളവും 1 ഏക്കർ നമ്മൾ നിൽക്കുന്ന ഭൂമി, അമ്പലത്തിന് മതിൽ ചുറ്റിനുള്ളിൽ 1 ഏക്കർ. 8 ഏക്കർ 60 സെന്റാണ്. ഇവിടെ നേരത്തെ കാണുന്ന ഉടമ്പടിയിലാണ്. ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് മാറിയത് ഏകാദശി പെരുന്തറക്കോവിൽ ക്ഷേത്രം. ഏകാദശി പെരുന്തറക്കോവിൽ ക്ഷേത്രം കേരളത്തിലാകെ 4 ഉള്ളൂ. അതിലൊന്ന് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരം അത്രയേ ഉള്ളൂ. അതിന് തൊട്ടപ്പുറത്ത് സുനികദോസ് പള്ളി 4000 വർഷം മുമ്പുള്ളതാണ്. പള്ളി സുനികദോസ് പള്ളി. ഞങ്ങൾ ഇതുവരെ വഴി വൈക്കത്തേക്ക് എപ്പോഴും പോകാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ വീട് വൈക്കാണ്. ഇതിലെ പോകുമ്പോൾ ഈ ഗ്രൗണ്ട് കാണും, ഈ ക്ഷേത്രം ഇങ്ങനെ ദൂരെ കാണും. പക്ഷേ ഇതിനുള്ളിൽ ഇത്രയും സ്ഥലമുണ്ടെന്നും ഇത്രയും വലിയൊരു ഒരു ചുറ്റുവട്ടത്താണ് ഈ ക്ഷേത്രമൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യം. ഞങ്ങൾക്കും അതിന് വലിയ സന്തോഷം. ദിവ്യേനുതേ ശ്രുതിശതൈർവിമലേ ഭവേശി കന്ദർപദാരശതസുന്ദരി മാധവേശി മേധേ ഗിരീശതനയേ നിയതേ ശിവേശി കൃഷ്ണസ്തുതേ കുരു കൃപാം ലളിതേഖിലേശി രാസേശ്വരി പ്രണതതാപഹരേ കുലേശി ധർമ്മപ്രിയേ ഭയഹരേ വരദാഗ്രഗേശി വാദേവതേ വിധിനുതേ കമലാസനേശി
कृष्णस्तुते कुरु कृपां ललितेऽखिलेशी पूज्ये महावृषभवाहिनि मङ्गलेशी पद्मे दिगम्बरि महेश्वरि सग 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 मगरि सनि रे नि रे नि रे गरि सनि सग सग सरि ग म प मगरि सगरि सनि सा सा सग 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 मगरि सनि रे नि रे नि रे गरि सनि सग सग सरि ग म प मगरि सगरि सनि सा सा सानि द प म ग म प द नि सानि द प म प सानि द प प म ग म म प द मगरि सगरि सनि सा सानि द प म ग म प द नि सानि द प म प सानि द प प म ग म म प द मगरि सगरि सनि सा वन्दे मीनाक्षी त्वां सरसिजवक्त्रे पर्णे दुर्गे नतसुरवृन्दे शक्ते गुरुगुहपालिनि जलगुहचरणे वन्दे मीनाक्षी त्वां सरसिजवक्त्रे पर्णे दुर्गे नतसुरवृन्दे शक्ते गुरुगुहपालिनि जलगुहचरणे सुन्दर पाण्ड्यानन्दे माये सूरिजनाधारे सुन्दर राजसहोदरि गौरि शुभकरि सततमहम् सुन्दर पाण्ड्यानन्दे माये सूरिजनाधारे सुन्दर राजसहोदरि गौरि शुभकरि सततमहम् शुभकरि सततमहम् शुभकरि सततमहम् നമ്മുടെ സംസ്കാരത്തിൻ്റെ വേരുകളാണ് ക്ഷേത്രങ്ങൾ അല്ലേ? ഒരു ക്ഷേത്രത്തിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ സംസ്കാരമാണ് മനസ്സിലാവുന്നത്. ഭാരതത്തിലെ ഏകദേശം എല്ലാ കലാരൂപങ്ങളും, പ്രത്യേകിച്ച് ശാസ്ത്രീയ കലാരൂപങ്ങളെല്ലാം ഉത്ഭവിച്ചത് ക്ഷേത്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ കലാപാരമ്പര്യത്തെയും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും ഇതുപോലുള്ള മറ്റനേകം ക്ഷേത്രങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. മറ്റൊരു ശ്രേഷ്ഠാധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം. तनये नियते शिवेशि कृष्णस्तुते कुरु कृपां ललितेऽखिलेशी।